ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിഫ്റ്റി നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു നേരിട്ടുണ്ടായിരുന്നു. മോർണിംഗ് സെക്ഷനിൽ അത്യാവശ്യം നല്ല ട്രേഡുകൾ കിട്ടിയെങ്കിലും പിന്നെ അങ്ങോട്ട് ഒരു കൺസോൾട്ടേഷനാണ് 3:30 വരെ അങ്ങനെ തന്നെയായിരുന്നു. കുറേ ട്രേഡുകളൊന്നുമില്ല, മോർണിംഗ് സെക്ഷനിലത്തെ കുറച്ച് ട്രേഡുകളുണ്ട്. ആ ട്രേഡുകൾ മാത്രമാണ് കിട്ടിയത്. ബാക്കിയൊക്കെയും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? നമുക്കതിന് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കൺസോൾട്ടേഷൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 10 പോയിൻ്റ് കിട്ടാം കേട്ടോ, ഇല്ലയെന്നൊന്നും പറയണില്ലേ. നാച്ചുറൽ ഗ്യാസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 38 പോയിൻറ്റ്സാണ് ഇന്ന് ഗ്യാപ്പ് അപ്പ് ഇട്ട് വന്നതാണ്. 38 ഒരു 40 മുകളിലായിരുന്നു പോയിൻറ്റ്സ് ഗ്യാപ്പ് അപ്പ്. അപ്പോൾ അതൊരിക്കലും ഒരു ഗ്യാപ്പ് അപ്പ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് തരുന്ന ഒരു സിനാരിയോ അല്ല. നിങ്ങൾ ആ ഗ്യാപ്പ് അപ്പ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ നാച്ചുറൽ ഗ്യാസിൻ്റെ നിങ്ങൾ മേടിക്കണ ഒരു സംഭവം, ആ ഒരു സ്ട്രൈക്ക് എന്താ പെർഫോം ചെയ്ത് നോക്കുക. സി സൈഡിക്ക് 40 പോയിൻറ്റ് നാച്ചുറൽ ഗ്യാസ് കയറിയാലും ഇതേ സി സൈഡ് സ്ട്രൈക്ക് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്യണ ഒരു ദിവസമാണെന്ന്, അതുകൊണ്ടാണ് ആ ഗ്യാപ്പ് അപ്പ് വന്നത്. ഫ്യൂച്ചർ മേടിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ നല്ല പ്രോഫിറ്റ് വന്നിരിക്കുക കേട്ടോ. എനിക്കറിയില്ല, അത് ഞാൻ നോക്കിയിട്ടില്ല. സ്ട്രൈക്കിൻ്റെ കാര്യമാണ് പറയണത്. അപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഭയങ്കര മൂവ്മെൻ്റാണെന്ന് വിചാരിക്കരുത്. നമ്മൾ സ്ട്രൈക്കിലും കൂടി നോക്കുക അത് മൂവ് ഉണ്ടോയെന്ന്. നമുക്ക് ഈ 4 സ്ട്രൈക്ക് ഉണ്ടായിരുന്നുള്ളൂ. നിഫ്റ്റിയിലത്തെ CP സെൻസസ് CP ഇത് 26,000 P ആണ്. ഇതിൽ ട്രേഡ്സ് കിട്ടിയിട്ടില്ല. നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നു 26,200 സീലാണ്. 26,200 സീല് ഫസ്റ്റ് ട്രേഡ് നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ട്രേഡ് ഉണ്ടായിരുന്നു, നമുക്കവിടെ കാണാൻ പറ്റും. SL ആണ്, ഡയറക്റ്റ് SL അടിച്ച് പോയതാണ്. SL അടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ SL അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കൊടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ 127 ആണ്. 127 എൻട്രി ഫുൾ ടാർഗറ്റ് ആയിട്ടുണ്ട്. സ്ട്രഗ്ലിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രഗ്ലിംഗ് ഒന്നുമില്ല. അത് ഈസി ആയിട്ട് നമുക്കൊരു ടാർഗറ്റ് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ല, ഈ SL അടിച്ചു കൊടുത്ത് റീ എൻട്രി ആണെങ്കിലും കണ്ടിന്യൂ പോയിൻറ്റ്സ് ആണ്. നമുക്ക് ഒരു 30 പോയിൻറ്റ് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടിന്യൂ പോയിൻറ്റ്സ് റെഡ് ക്യാൻഡലിന് ശേഷം, ട്രേഡ് ആക്ടിവേഷന് ശേഷം ഒരു 5-6 ക്യാൻഡിൽ കണ്ടിന്യൂ ഗ്രീൻ ക്യാൻഡിൽസ് ആണ് 30 പോയിൻ്റ് ഉണ്ടാകും. ഇനിയിപ്പോൾ SL അടിച്ചു കൊടുത്ത് എടുത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 30 പോയിൻ്റ് വന്നിട്ടുണ്ടാകും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അടിയിൽ നിന്ന് എടുത്ത ട്രേഡാണെങ്കിൽ 127 എടുത്ത ട്രേഡാണെന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് പോയിൻ്റാണ്, അത് ഫുൾ ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ തന്നെ നിൽക്കണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ തിരിച്ച് വരണ നേരത്തെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50-50 ചാൻസാണ്. ഇപ്പോൾ 11-19 തിരിച്ച് അതേ 145 എന്ന് പറഞ്ഞ പ്രൈസിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 50-50 ആണ്. അത് അടിയിലേക്കും പോകാം, മുകളിലേക്കും പോകാം. എനിക്കൊരു 100% പറയാൻ പറ്റണത് അടിയിലേക്ക് പോയിട്ട് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് തിരിച്ച് കയറുമ്പോഴാണ് സെയിം ബയേഴ്സ് വരിക. അത് തന്നെ ഓടി 14-10 വന്നിട്ടുണ്ട് ലിമിറ്റിലേക്ക്. ഇതേ 145 വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയും 50-50 ചാൻസാണ്. അത് അടിയെ പോയിട്ട് കുറച്ച് നേരം കൺസൾട്ടേഷൻ ചെയ്തിട്ട് മുകളിലേക്ക് കയറുമ്പോഴാണ് സെയിം ബയേഴ്സ് സെയിം പ്രഷർ വരിക. ഇതിപ്പോൾ ഇങ്ങനെ വരുന്ന പ്രഷർ അതങ്ങനെയല്ല വന്നത് എനിക്കറിയാം കാണുമ്പോൾ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ട്രേഡ് കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കുള്ളൂ. ഇത്രയോടെയും കൂടുതൽ പ്രോബിലിറ്റി ഉള്ളതാണ് ഞാൻ കൊടുക്കുള്ളൂ. സെൻസസ് 84,800 P ഉണ്ടായിരുന്നു, ട്രേഡൊന്നും ആയിട്ടില്ല. പിന്നെ നമുക്കുണ്ടായിരുന്നത് 85,000 C ആണ്. 85,000 Cയിൽ ഫസ്റ്റ് ട്രേഡ് വന്ന് 232 അതിൽ 137 പോയിൻ്റ് വന്ന് പോയിട്ടുണ്ട്. അതിനുശേഷം 308 എന്ന് പറഞ്ഞ ലെവല് എൻട്രി ഉണ്ടായിരുന്നു. അത് നമുക്കൊരു 47 പോയിൻ്റ് 40 പോയിൻ്റ് കൂട്ടിയാൽ മതി. 40 പോയിൻ്റ് പോയിട്ടുണ്ട്. സെയിം 308 എന്ന് പറഞ്ഞ റേഞ്ച്, സെയിം 308 എന്ന് പറഞ്ഞ റേഞ്ച് പിന്നെ ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ നിഫ്റ്റിയിൽ പറഞ്ഞ കാര്യമാണ്. ഇവിടെ കുറച്ചൊരു അടിയിൽ നിൽക്കണം. അങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നിട്ട് തിരിച്ച് കയറുന്ന സമയത്ത് സെയിം പ്രഷർ വരും അവിടെ. ഇതൊരു 64 പോയിൻ്റാണ് വന്നിട്ടുണ്ട്. 60 പോയിൻ്റ് കൂട്ടിയാൽ മതി. കണ്ടിന്യൂസ്ലി വന്നിരുന്നത് 60 പോയിൻ്റാണ്. പിന്നെയും ക്യാൻഡിൽസ് അടിയിലേക്ക് ഇറങ്ങി തിരിച്ച് കയറുമ്പോൾ സെയിം പ്രഷറോടെ വരണം കാണാണ്ടോ. അപ്പോൾ അതാണ് പറഞ്ഞത്, ക്യാൻഡിൽസ് അടിയിൽ നിന്ന് തിരിച്ച് കയറുന്ന സമയത്ത് സെയിം ബയേഴ്സ് അവിടെ വരും. അപ്പോൾ ഇത്ര ട്രേഡാണ് ഇന്ന് കിട്ടിയേക്കണത്. കൺസോൾട്ടേഷൻ ഫേസ് ആയിരുന്നു ടോട്ടല് പറയാന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യണ നേരത്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഇതെങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, നമ്മൾ എടുക്കണ പൊസിഷൻസ് കറക്റ്റാണോ എന്നൊക്കെ മനസ്സിലാക്കുക. നിങ്ങളായിട്ടൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ്സിലേക്ക് വരാൻ സാധാരണ എല്ലാവരും പറയണ പോലെ തന്നെയാണ് കുറേ വർഷങ്ങളെടുക്കും. നിങ്ങളിപ്പോൾ ഓൾറെഡി എൻ്റെ ഗ്രൂപ്പിലിരിക്കുന്ന ആൾക്കാർ, എനിക്കിപ്പോൾ അതാ പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഗ്രൂപ്പിലിരിക്കുന്ന ആൾക്കാർ എൻ്റെ ട്രേഡുകളോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ട്രേഡുകളോ ഒക്കെ കണ്ടിട്ടാണ് ഇരിക്കണത്. അപ്പോൾ അതിൽ നിങ്ങൾ ഡെയിലി നോക്കി പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇതിന് കുറേ ടൈം എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഞാനൊരു കൺസെപ്റ്റ് പഠിപ്പിച്ച് തരും. ആ സംഭവം നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക, അത്ര നമുക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ 10 കൊല്ലം എന്നുള്ള ടൈം ഡ്യൂറേഷൻ അവിടെ കുറഞ്ഞ് നിങ്ങൾക്കത് ഈസി ആയിട്ടൊരു 5 മാസം 1 കൊല്ലം എന്നുള്ള ലെവലിലേക്കൊക്കെ വരും. ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും. പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം.
മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ ട്രേഡ് ഇപ്പോൾ പറയണ രീതിയിൽ തന്നെ ഇപ്പോൾ പറഞ്ഞു പോണ കാര്യങ്ങളുണ്ടല്ലോ, അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റണം, എന്നാലാണ് പറ്റുള്ളൂ. അൾട്ടിമേറ്റ്ലി ക്യാഷ് ആണ് എൻ്റെ ഉള്ളിലത്തെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ എത്ര സൈക്കോളജി പഠിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ ക്യാഷ് മാനേജ് ചെയ്യൽ, സൈക്കോളജി കറക്റ്റ് ആവല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ അത്യാവശ്യം ക്യാപിറ്റൽ ഉണ്ടെങ്കിലാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ 5,000 രൂപയുള്ളൂ, 10,000 രൂപയുള്ളൂ, 15,000 രൂപയുള്ളൂ ഈ പരിപാടിക്ക് ഇറങ്ങി, എനിക്ക് ലോസ് വരാൻ പാടില്ല, എനിക്ക് ലോസ് വന്നാലും ഞാൻ വിൽക്കില്ല, ഞാൻ പ്രോഫിറ്റ് മാത്രമേ എടുക്കുള്ളൂ എന്ന് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നിർത്തിക്കുക പരിപാടി. ലോസ് വരും, ഞാൻ പറഞ്ഞത് അതാണ്. നിങ്ങൾ 10,000 കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ലോട്ടുമ്മേ 750 രൂപ ലോസ് വരും. എൻ്റെ ട്രേഡിൽ കേട്ടോ, ഞാൻ ബാക്കിയുള്ളവരുടെ കമ്പയർ ചെയ്യല്ല. എൻ്റെ ട്രേഡിൽ നിങ്ങൾക്ക് 10,000 രൂപ കൊണ്ടുവന്ന ഒരു ട്രേഡിൽ നിങ്ങൾക്ക് 10,000 രൂപയ്ക്കും ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ, ഒരു ലോട്ടിന് ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ 750 രൂപ ലോസ് വരും. അടുത്ത ട്രേഡിലേക്ക് നിങ്ങൾക്ക് കാശ് ഉണ്ടാവില്ല. അപ്പോൾ കാശ് ഈ ഒരു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. ക്യാപിറ്റൽ കുറേ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ടെൻഷൻസ് ഒന്നും വരില്ല. അതാണ് അതിൻ്റെ അകത്ത് ആകെ ഒരു ലാഭം, മനസ്സിലായില്ലേ? അത്യാവശ്യം ക്യാപിറ്റൽ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വലിയ ടെൻഷൻസ് ഉണ്ടാവില്ല. നിങ്ങൾ ലോട്ടിനൊന്ന് മാനേജ് ചെയ്താൽ മാത്രം മതി, കറക്റ്റായിട്ട് അത് മാനേജ് ചെയ്ത് പൊക്കോളും. അതായത് ക്യാപിറ്റൽ ഇല്ല അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സസ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ പറയില്ലേ, പഴഞ്ചൊല്ലി പറയില്ലേ, ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ, അതേപോലെയാണ്. ഇത് അങ്ങനത്തെ ഒരു മാർക്കറ്റാണ്. ക്യാഷ് കിട്ടും, അത് എത്രത്തോളം നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു, എത്രത്തോളം അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ കിട്ടുന്നത് ഈ തുച്ഛമായിട്ടുള്ള എമൗണ്ടുകളാണ്. 750 ആണെങ്കിലും 1000 ആണെങ്കിലും ഒരു ദിവസം കിട്ടുക. ഇപ്പോൾ നിങ്ങൾക്ക് 1000 കിട്ടി, നാളെ വേണമെങ്കിൽ 2000 പോവും, മനസ്സിലായില്ലേ? പക്ഷെ നമ്മളത് സസ്റ്റെയിൻ ചെയ്ത് പ്രോഫിറ്റിക്ക് വരണമെങ്കിൽ ഇത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. ചെറിയ സ്ട്രഗിളൊന്നുമല്ല. ചെറിയ ക്യാപിറ്റൽ ആളാണെങ്കിലും വലിയ ക്യാപിറ്റൽ ആളാണെങ്കിലും കേട്ടോ, രണ്ടുപേർക്കും സെയിം ആണ്. വലിയ ഇപ്പോൾ 10 ലക്ഷമുള്ള ആൾ പോയിട്ട് 10 ലക്ഷത്തിന് ലോട്ട് മേടിച്ചിരുന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ പോവും, അത്ര ഉള്ള കാര്യം അവിടുത്തെ. 10 ലക്ഷമുള്ള ആൾക്കാർക്ക് 10 ലക്ഷത്തിന് അനുപാതികമായിട്ടുള്ള ലോട്ട് മാനേജ് ചെയ്യുക, മനസ്സിലായില്ലേ? 10 ലക്ഷമുള്ള ആൾ വേണമെങ്കിൽ 10 ലോട്ട് എടുത്തോ, സീനില്ലല്ലോ. ആളിൽ 10 ലക്ഷം ഉണ്ട്, നമ്മളൊരു 10 പോയിന്റ് അസെന്റ് അടിച്ചാലും വലിയ സീനൊന്നും വരില്ല ആൾക്ക്. 750 എടുത്ത് 10 പോയിന്റ് പോയി കഴിഞ്ഞാൽ 7,500 10 ലക്ഷത്തിന് കുറഞ്ഞു. ഇതേ സാധനം നല്ലൊരു ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേ പരിപാടി തന്നെ 50 പോയിന്റാണ്. അതായത് ഒരു 35,000-40,000 രൂപ പ്രോഫിറ്റിക്ക് വരുന്നു. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ചെറിയ ലോട്ട് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ ലോട്ട് മീൻസ് 10,000 രൂപ 15,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരു ലോട്ടോ 2 ലോട്ടോ എടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ 15,000 രൂപയ്ക്ക് 2 ലോട്ട് എടുക്കാന്ന് പറഞ്ഞാൽ കൂടുതലാണ്. നമുക്ക് ഒരു ലോട്ട് എടുക്കാനേ പറ്റുള്ളൂ. ഈ ഒരു ലോട്ട് എന്ന് പറഞ്ഞ സാധനം നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 75. അപ്പോൾ 750 രൂപ പോകും. 10,000 രൂപ കൊണ്ടുവന്നാലും 25 ഈ പറഞ്ഞ റിസ്ക് ഇല്ല, 750 രൂപ പോകുള്ളൂ. ഇത് 750 രൂപ ഒറ്റയടിക്ക് പോകും കണ്ടിട്ട് മുമ്പ്. അപ്പോഴും റിസ്ക് കൂടിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാൻ ക്യാപിറ്റൽ ഇല്ലാത്തൊരു ട്രേഡ് എടുക്കണ്ട എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു പറഞ്ഞത്. ക്യാപിറ്റൽ കൂടുതലുണ്ടെങ്കിലാണ് ട്രേഡ് എടുക്കുമ്പോൾ കറക്റ്റായിട്ടൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടുള്ളൂ. ക്യാപിറ്റൽ കൂടുതലുണ്ടെങ്കിൽ ഫുൾ ക്യാപിറ്റലിൽ ട്രേഡ് എടുക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ക്യാപിറ്റൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ ലോട്ട് മാനേജ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് ട്രേഡ് എടുത്ത് പോകാം. ഒരു ബ്രീത്തിങ് സ്പേസ് അവിടെ കിട്ടും കറക്റ്റായിട്ട്. എല്ലാ ദിവസവും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടാവും. അതായത് ചിലപ്പോൾ 100 രൂപ ഇന്ന് ലാഭം ഉണ്ടാവും, ചിലപ്പോൾ അടുത്ത ദിവസം 200 രൂപ പോകും, പിറ്റേ ദിവസം 1000 രൂപ കിട്ടും, ചിലപ്പോൾ 1,500 രൂപ പിറ്റേ ദിവസം പോകും. അവിടെ നിന്ന് പോയി കിട്ടിയും വന്നിട്ട് ഒരു ദിവസം നല്ലൊരു പ്രോഫിറ്റിക്ക് നമ്മളെ ടാർഗറ്റ് അടിക്കുന്ന ദിവസം വരുമ്പോഴാണ് അതിനൊരു സക്സസ് ഉള്ളൂ. അതുകൊണ്ട് ഒരാൾക്കും ഇത് പറഞ്ഞു തന്നിട്ട് പഠിപ്പിക്കാനൊന്നും പറ്റില്ല. ഞാനിപ്പോൾ ഒരു ട്രേഡിങ് സെറ്റപ്പ് പറഞ്ഞു തന്നു, നിങ്ങളതിൽ പ്രോഫിറ്റ് എടുക്കണം, അത്രേ ഉള്ളൂ കാര്യം അവിടുത്തെ. നിങ്ങളത് മാനേജ് ചെയ്തേ പറ്റൂ, നിങ്ങളത് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ, നിങ്ങൾക്കത് പ്രോഫിറ്റ് എടുത്തേ പറ്റൂ. അതായത് 30 പോയിന്റോ അല്ലെങ്കിൽ 50 പോയിന്റോ ഫുൾ ടാർഗറ്റ് വെച്ചിട്ട് ഫുൾ ടാർഗറ്റ് എടുക്കണം, എന്നാലാണ് അവിടെ സക്സസ് റേറ്റ് ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാലാണ് ഇതിനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സീരിയസ്ലി പറയാലോ, നമ്മൾ കമ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ ട്രേഡ് കണ്ടിട്ടോ ലക്ഷങ്ങളുടെ പ്രോഫിറ്റ് കണ്ടിട്ടോ കാര്യമില്ല. നിങ്ങളുടെ ഇരിക്കണ ക്യാപിറ്റൽ എത്രയാണ് എന്ന ഒരു ചോദ്യചിഹ്നമാണ്. പിന്നെ പ്യുവർലി പറയാലോ, ഞാൻ ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്യണത്. അപ്പോൾ ഈ ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അൾട്ടിമേറ്റ് പരിപാടിയാണ്. നിങ്ങൾ സ്റ്റോക്ക് എടുക്കണതോ കമ്മോഡിറ്റി ട്രേഡ് ചെയ്യണതോ ഒന്നല്ല ഈ ഗെയിം. ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക, ഓപ്ഷൻ ബൈയിങ് ഈസി അല്ല. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നണതാണ്. നമ്മൾ ഈ ചെയ്യണ നേരത്ത് പ്രോഫിറ്റ് വരണ നേരത്ത് നിങ്ങൾ 10 പോയിന്റ് കൊടുക്കണുള്ളൂ, 750 രൂപ നിങ്ങൾക്ക് പോകണുള്ളൂ. ഫോട്ടോ 1,000 രൂപ പോയിന്ന് വെച്ചോ, ബാക്കി ഇടുന്ന പ്രോഫിറ്റ് കൂടുതലുണ്ടല്ലോ. നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പ് ഇരിക്കുന്ന മെമ്പേഴ്സിനും പെയ്ഡ് ഗ്രൂപ്പ് ഇരിക്കുന്ന മെമ്പേഴ്സിനും ക്യാൻഡിൽസ് കയറി പോകണ കണ്ടാവും.
അപ്പോൾ അത് ഈസിയായിട്ട് നമുക്ക് തോന്നണതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ കമ്മോഡിറ്റി ബൈ ചെയ്യണ പോലെ സ്റ്റോക്ക് ബൈ ചെയ്യണ പോലെ സ്റ്റോക്ക് ഓപ്ഷൻ ബൈ ചെയ്യണ പോലെ അല്ല. സ്റ്റോക്ക് ഓപ്ഷൻ പിന്നെയും ടാസ്ക്കാണ്. എന്നാലും അൾട്ടിമേറ്റ് ടാസ്ക്കുള്ള പരിപാടിയാണ് ഓപ്ഷൻ ബൈയിങ്, അതായത് ഇൻഡെക്സ് ഓപ്ഷൻ ബൈയിങ്, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസസ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിൽ കൈ കടക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടിയും കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ കുറച്ചും കൂടിയും സിസ്റ്റത്തിൽ ഇരിക്കാൻ പറ്റണം, ചാർട്ട് നോക്കാൻ പറ്റണം. സ്കാൽപ്പിംഗ് ഒക്കെ ഉണ്ട്, സ്കാൽപ്പിംഗ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷെ അതല്ല അൾട്ടിമേറ്റ് സാധനം. സ്കാൽപ്പിംഗ് വലിയ ടൈമില്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാൽപ്പിംഗ് കൊണ്ട്, അതല്ല അൾട്ടിമേറ്റ്. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ എക്സ്ട്രീം സ്റ്റഡി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു കൺസെപ്റ്റിലത്തെ കോർ ഓഫ് ദ സബ്ജക്റ്റ്. മനസ്സിലായില്ലേ? അത് പഠിച്ചാലാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസുകൾ മീൻസ് നമ്മൾ ഈ ചാർട്ടിലാണ് പറയണത് കേട്ടോ, നിഫ്റ്റി ചാർട്ടിലാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. അത് നിങ്ങൾക്കത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നമുക്ക് കാണാൻ പറ്റും പ്രീവിയസ് ഡേയുടെ ഞാൻ കൊടുത്ത ടൈം, അവിടെ ആക്റ്റീവായ ടൈം, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഞാൻ ലോസ് തന്നെയാണ് പറയാറ്. ഫസ്റ്റ് ട്രേഡ് SL തന്നെയാണ് പറഞ്ഞത്, വേറെ വർത്താനൊന്നും വലിയ കാര്യത്തില്ല. SL അല്ല നിങ്ങൾ ഹോൾഡ് ചെയ്യേ അത് കയറുമെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ അങ്ങനത്തെ ഒരു സിദ്ധി എനിക്കില്ല. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു സ്ഥിതി ഒന്നും എനിക്കില്ല. നിങ്ങൾക്ക് SL 10 പോയിന്റാണ്, അത് അടിച്ച് തന്നെയാണ്. മനസ്സിലായല്ലേ? ഞാനൊരു ക്യാൻഡിൽ ക്ലോസിന് വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 20 പോയിന്റ് ആവട്ടെ, നിങ്ങൾ ആവറേജ് ചെയ്യ് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ. SL ആണത്. പിന്നെ റീ എൻട്രി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വൃത്തിക്ക് ഞാൻ അടുത്തൊരു ട്രേഡ് 50 പോയിന്റ്സ് വന്നിട്ടുണ്ട്. പോട്ടെ, 50 വേണ്ട, നിങ്ങൾ ആ 10 പോയിന്റ് SL കറക്റ്റായിട്ട് റിക്കവർ ചെയ്തോ, അല്ലെങ്കിൽ പോട്ടെ, ആ ഒരു നിങ്ങൾ ഉണ്ടാക്കിയ ദിവസം റിക്കവർ ആക്കിയോ. അതാണ് എൻ്റെ കൺസേൺ. മനസ്സിലായില്ലേ? ഫസ്റ്റ് ട്രേഡ് മാക്സിമം പ്രോഫിറ്റ് പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ചിലപ്പോൾ SL ഒക്കെ അടിക്കും, അതൊക്കെ എൻ്റെ ഭാഗം തന്നെയാണ്. മാക്സിമം നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അതിന് വേണ്ടി മെനക്കെട്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളത്തെ കാര്യം. നിങ്ങൾ എത്ര എഫേർട്ട് ഇടുന്നു ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ, എന്താണ് നിങ്ങളുടെ എഫേർട്ട്, അതാണ് ചോദ്യം അവിടുത്തെ. അവിടേക്ക് ആ ചോദ്യത്തിന് ആൻസർ ആകുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം പഠിച്ചിരിക്കും. അപ്പോൾ ട്രേഡിംഗ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ക്യാഷ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ട്രേഡ് എടുക്കുക. വെറുതെ ചാടി കയറി ട്രേഡ് എടുക്കാനോ വെറുതെ ഒന്നും അറിയാതെ ട്രേഡ് എടുക്കരുത്. നമുക്ക് മിനിമം ഓപ്ഷൻ ചെയ്യുന്നത് എന്താണെങ്കിലും അറിഞ്ഞിരിക്കണം. നിങ്ങൾ എടുക്കുന്നത് ഓപ്ഷൻസാണ്. അപ്പോൾ ഓപ്ഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അവിടെ വരുന്ന പോയിന്റ്സ് എന്താണ് ഇങ്ങനെ കുറയണത്. അതായത് നിഫ്റ്റി കയറി പോണ സമയത്ത് നമ്മൾ എടുത്തത് C ആണ്, നിഫ്റ്റിയും C സൈഡിലേക്ക് കയറി പോണ സ്പോട്ട്. പക്ഷെ ഞാൻ അടുത്ത പ്രീമിയം അടിയിലേക്ക് വരണത്, അതിൻ്റെ റീസൺസ് നിങ്ങൾക്ക് അറിയണം. മെയിൻ റീസണാണ് അതൊക്കെ മെൽറ്റിംഗ് ആണ്, പ്രീമിയം മെൽറ്റിംഗ് ആണ്. അതിനെന്താ കാരണങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത്ര കുറേ കാരണങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കണ സ്ട്രൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ മണി അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കണ അറ്റ് ദ മണി, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇൻ ദ മണിക്ക് പോലും പ്രശ്നമില്ല, അറ്റ് ദ മണിയുടെ തൊട്ട് താഴെ കിടക്കണ അറ്റ് ദ മണി എടുത്താലും പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഫാർ ഔട്ട് ഓഫ് ദ മണിയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും മണി കിട്ടും. മിനിമം നോളജൊക്കെ എന്തായാലും എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ ഇല്ലാത്തവരുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ മതി. ഫോളോ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. അവിടെ വീഡിയോസ് എടുക്കുന്നുണ്ട്. 2-3 വീഡിയോ ഞാൻ ഇതിന് വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട്. ഈ ഓപ്ഷൻ ചെയിൻ, ഓപ്ഷൻ സ്ട്രൈക്ക് എന്താണ് ഇതൊന്നും അറിയാത്തൊരു ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ ട്രേഡിങ് ചെയ്തേ പറ്റൂ, ബൈ ചെയ്തേ പറ്റൂ. ഓപ്ഷൻസ് ഞാൻ ഓപ്ഷൻസ് ബൈ ചെയ്തേ പറ്റൂ. സ്റ്റോക്ക് വരല്ലേ ഈ പറയണത്, ഓപ്ഷൻസാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ആ വീഡിയോ കാണുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഞാൻ പറയുന്നത് വല്ലാണ്ടൊരു ഐഡിയ അല്ല, നമുക്ക് കാര്യം മനസ്സിലായിട്ട് കൊണ്ട് പോരാം. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. അത്ര ഉള്ള കാര്യം എനിക്ക് പറയാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഓക്കെ, ബൈ.